ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ട് എടുക്കുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇന്നേ വരെ പോയിട്ടുള്ള ഇൻ്റർവ്യൂസിൽ വെച്ചിട്ട് വേസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം ഷെയർ ചെയ്യാഞ്ഞതും. എല്ലാ ഇൻ്റർവ്യൂസും നമ്മൾ വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത്. സോ ഞാൻ ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത് ഏത് എയർലൈൻ്റെ ആയിരുന്നു എന്നൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ബിക്കോസ് അതൊക്കെ വലിച്ചു വാരിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. യൂഷ്വലി ഉണ്ടാവുന്ന പോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു ഉച്ച എന്തോ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂവിന് കയറി. ഒരു 10 പേരോ അങ്ങനെ എന്തോ GD റൗണ്ട് പോലത്തെ ഒരു റൗണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഓരോരുത്തരുടെയും CV കളക്ട് ചെയ്തു. ആൻഡ് CV നോക്കിയിട്ട് അതിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ എല്ലാവരോടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്, ലൈക്ക് അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇപ്പം അവർ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ അതിനുള്ള ഒരു ആൻസർ പറയുന്നു. അത് അവർ കേട്ടിട്ട് എന്നെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലേ, അവിടെ എന്താണ് ഹോബി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് പടം വരയ്ക്കാൻ അറിയാം എന്നൊക്കെ പറയുന്ന ആ ഒരു സിമ്പിൾ ലെവൽ ഓഫ് ആൻസർ എന്ന് പറയുന്നത് നമ്മളൊരു വളരെ ബേസിക് ലെവൽ ഓഫ് ആൻസറിങ് ആണ്. അപ്പം അതല്ല ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ആ ഒരു ആൻസർ പറയാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അതാണ് യൂഷ്വലി എല്ലാവരും പറയുന്നതും ഒരു ബേസിക് ലെവൽ ഓഫ് ആൻസറിങ് ആണത്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പാസ്സായിട്ടുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ലൈക്ക് നമ്മളോട് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും നമ്മൾ അവരെ ബേസിക്കായിട്ട് വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഈ പറയുന്ന വിഷിങ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരാൾ ഒരു ചെറിയ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുക. ആൻഡ് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പം ലൈക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഹൗ ആർ യു എന്ന് ചോദിക്കുക. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു എത്തിക്സിൽ പെടുന്ന ഒരു സംഭവങ്ങളാണ്. ആൻഡ് ഞാൻ ഇതൊക്കെ പറയുന്നത് ആസ് എ പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് ഇൻസൈഡ് ദിസ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ലൈക്ക് ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പുള്ളിക്കാരനോട് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ അത് പറഞ്ഞു. ആൻഡ് എന്നോടിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹോബി എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് തികച്ചും അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുമ്പോഴും ലൈക്ക് ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം വിഷ് ചെയ്തു, ഗ്രീറ്റ് ചെയ്തു. ആൻഡ് ഞാൻ ജസ്റ്റ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. ആൻഡ് ജസ്റ്റ് മൈ നെയിം ഈസ്, എൻ്റെ പേരും ലൈക്ക് ഞാനിപ്പോൾ എൻ്റെ ഹോബീസ് പറയുമ്പോൾ ഞാൻ എൻ്റെ പേര്, വീട്, നാൾ, സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന പോലെ ഒന്നുമല്ല പറയാൻ പോകുന്നത്. പക്ഷേ എൻ്റെ പേരും മാത്രം പറഞ്ഞിട്ട് മൈ ഹോബീസ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതിനും പുള്ളിക്കാരി എന്നോട് ഇതൊന്നും എനിക്ക് കേൾക്കണം എന്നില്ല, ഞാൻ ചോദിച്ചതിനുള്ള കാര്യം മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഐ വാസ് ലൈക്ക് അപ്പോൾ ഇവരെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ജസ്റ്റ് എനിക്ക് പാട്ട് പാടാനറിയാം, എനിക്ക് കുക്ക് ചെയ്യാനറിയാം, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാനറിയാം, അങ്ങനെ മാത്രം അറിയാം എന്നുള്ളൊരു സാധനം മാത്രമാണ് അവർ ഉദ്ദേശിച്ചത് ആൻസറായിട്ട്. നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ അതിനൊരു ആൻസർ പറയുമ്പം അത് കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഒരുപാട് പേരുണ്ടാകും. ആൻഡ് ഇവരെല്ലാം ഇവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ആൾക്കാരിൽ നിന്നും ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ പറയുന്നത് നമ്മൾ പറയുന്നത് കേട്ടാലല്ലേ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആരെയാ എടുക്കണ്ടേ അല്ലെങ്കിൽ ആരെയാണ് അതിന് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, അവിടെ ഉള്ള എല്ലാവരോടും ആ ഒരു പുള്ളിക്കാരി ആ ഒരു രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ജസ്റ്റ് പുള്ളിക്കാരിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് വീട്ടിൽ പോയിട്ട് എന്തോ പരിപാടി ഉള്ള ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി ഇരുന്നത്. പിന്നെ പുള്ളിക്കാരിക്ക് ഹൈറ്റ് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുള്ള ആളെ വിളിച്ചിട്ട് ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത്, ഇതെല്ലാം ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, മലയാളമൊന്നുമല്ല. ഓക്കെ, ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ, 155 ഉണ്ടോ, ഉറപ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ചെക്ക് ചെയ്തപ്പോഴത്തേനും കുറവായിരുന്നു. ഇവർ ചെക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്നു. അപ്പം പുള്ളിക്കാരി ബാക്കിയുള്ളവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ്. അപ്പം അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്ത് അവരുടെ 2 പേഴ്സൺ തമ്മിൽ സംസാരിക്കുമ്പം കട്ട് ചെയ്തിട്ട് ഒരാൾ വന്ന് ഇടപെടുന്നത് ശരിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ അവിടെ സൈഡിൽ നിന്നു.
അത് കഴിഞ്ഞ് ഈ ഒരു സംസാരം കോൺവെർസേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാർ അവരോട് നേരെ നോക്കിയിട്ട് ഹൈറ്റ് എത്രയുണ്ട് 155 താഴെയാണോ, എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കുന്നത്, ഇറങ്ങിപ്പോയിക്കൂടെ എന്നുള്ള പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ. ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം ആർക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കണം. നമ്മൾ വലിയവരാണെങ്കിലും ചെറിയവരാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും അത്യാവശ്യം റെസ്പെക്റ്റ് കൊടുക്കും. ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ആൻഡ് ആ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റിജക്റ്റായി. ഞാനല്ല, ഐ തിങ്ക് ഒരാളോട് എന്തോ ഇരിക്കാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ റിജക്റ്റായി. ഈ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് വരെ ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ വേറെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതും ചെയ്യണം, ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങൾക്കും നാളെ വരാം. ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ദാറ്റ് പേഴ്സൺ, ബിക്കോസ് ആ വ്യക്തിയുടെ ഒരു പെരുമാറ്റം നമുക്ക് യാതൊരു വിധത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് തോന്നി. കാരണം ഞാൻ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്ത് സംസാരിച്ചൊരു ഇപ്പം എൻ്റെ സി വിയിൽ എൻ്റെ പേരെന്താണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സി വി വെറുതെ വായിച്ച് നോക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ അത് അവരെന്തിനാ പിന്നെ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പം എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. സോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും നിങ്ങൾക്ക് എല്ലാത്തിലും നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടണമെന്നില്ല. ബാക്കി ഞാൻ പോയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്നത് അവർ കേൾക്കാറെങ്കിലും ഉണ്ട് കേട്ടോ. നമ്മളെന്താ പറയുന്നതെന്നൊക്കെ അവർ കേട്ട് ഓക്കെ, അതൊരു ഫൈൻ, അതാണൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്തായിരുന്നു സാധനം എന്ന് എനിക്കറിയത്തില്ല. അവർക്ക് വേറെ എന്തോ പർപ്പസിന് വേണ്ടി വന്ന പോലെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ഇൻ്റർവ്യൂ വരും, അടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പല ഇൻ്റർവ്യൂസിന് പോയിക്കൊണ്ടിരിക്കുക. ഒരേ ഇതിൻ്റെ തന്നെ എപ്പോഴും പോവാതിരിക്കുക. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് മൈ വീഡിയോസ്. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കുക. ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾസോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.